ഒരു ചരിത്രമണ്ണിൽ പിറന്ന സംഗീതത്തിന്റെ താളം ഇന്നും ആ തിരമാലകളിൽ പടർന്നു പിടിക്കുന്നുണ്ട്. അബൂക്ക കാലം മട്ടാഞ്ചേരിക്കായി ബാക്കിവെച്ച ഒരു സംഗീത സാഗരം. അയാളുടെ ശബ്ദത്തിലുണ്ട്, കണ്ണിലുണ്ട്, ചുവടുകളിൽ പതിച്ചു വെച്ചിട്ടുണ്ട് നോവുള്ള ഓർമ്മകളുടെ പതിറ്റാണ്ടുകൾ പിന്നിട്ട സ്മരണകൾ പറയാൻ കൊതിക്കുന്നൊരു മനസ്സ്. അല്ലാഹു അക്ബർ എന്ന മട്ടാഞ്ചേരിയിലെ പട്ടാളം നിവാസികൾ ഒരു കാലത്ത് കേട്ടിരുന്നത് മെഹബൂബ് എന്ന സംഗീത സാഗരത്തിന്റെ നാവിൻ തുമ്പിൽ നിന്നാണ്. മട്ടാഞ്ചേരിയുടെ കല്യാണ വീടുകളിൽ അന്ന് കേട്ട പാട്ടിനെല്ലാം ഒരു മെഹബൂബൻ ലഹരിയായിരുന്നു. ഓർമ്മകളിൽ അന്നും ഇന്നും മെഹബൂബിന്റെ പാട്ടുമാത്രമാണ് അബൂക്കാന്റെ ഉള്ളിൽ അല തല്ലുന്നത്. കാത്തു സൂക്ഷിച്ചൊരു കസ്തൂരി മാമ്പഴം, കാത്തു സൂക്ഷിച്ചൊരു കസ്തൂരി മാമ്പഴം, കാക്ക കൊത്തി പോകും, അയ്യോ കാക്കത്തി കൊത്തി പോകും, നോക്കി വെച്ചൊരു കരകരപ്പഴം, നോട്ടം തെറ്റിയാൽ പോകും, നിന്നെ നോട്ടം തെറ്റിയാൽ പോകും. നട്ടു നനച്ച് വളർത്തിയ പൂച്ചെടി, നട്ടു നനച്ച് വളർത്തിയ പൂച്ചെടി, മുട്ട നടത്തി തിന്നും, ഒരു മുട്ട നടത്തി തിന്നും, കൂട്ടിനുള്ളിലെ കോഴി കുഞ്ഞിനെ കാട്ടുകുറുക്കൻ കക്കും, ഒരു കാട്ടുകുറുക്കൻ കക്കും. കാത്തു സൂക്ഷിച്ചൊരു കസ്തൂരി മാമ്പഴം, കാക്ക കൊത്തി പോകും, അയ്യോ കാക്കത്തി കൊത്തി പോകും, നോക്കി വെച്ചൊരു കരകരപ്പഴം, നോട്ടം തെറ്റിയാൽ പോകും, നിന്റെ നോട്ടം തെറ്റിയാൽ പോകും. നമുക്കറിയാം മട്ടാഞ്ചേരിയുടെ സംഗീത സാഗരം തന്നെയായിരുന്നു മെഹബൂബ്. ആ മെഹബൂബിന്റെ ഓർമ്മകളെ എങ്ങനെയാണ് മെഹബൂബിന്റെ ഓർമ്മകൾ എന്ന് വെച്ചാൽ ഒരു ഭയങ്കര ഒരു അതിശയപ്പെട്ടൊരു സംഗതിയാണ് അദ്ദേഹം. അദ്ദേഹത്തിന് വെച്ചാൽ ആരും വലിയ ബലമില്ല അങ്ങനെ ദേശത്ത്. പുള്ളി അവിടെ നിന്ന് നേരെ മട്ടാഞ്ചേരിയിലേക്ക് വരും, പോട്ട് വെച്ചത്. അപ്പം ഞാൻ കാണിച്ചത് ജില്ലാ പള്ളിയിൽ പുള്ളി അവിടെ ഈ ഉറുദു പഠിക്കുന്ന ഒരു ചെറിയൊരു ചാപ്പറേനത്, അതായത് മദ്രസ പട്ടാടികളാണ് അന്ന് അവിടെ കൂടുതൽ. അതാണ് ഈ പട്ടാളം എന്ന് പറഞ്ഞൊരു സംഗതി. അപ്പം പിന്നെ നാനാ ജാതികളും പിന്നീടാണ് അവിടെ ആയത്. അപ്പം അവിടെ ഭയങ്കര പേര് പരിശുദ്ധമാണ്. ഇയാൾ എവിടെ ഇരുന്നാലും ജനങ്ങൾ കണ്ടമാനം ഇദ്ദേഹത്തിൻ്റെ പാട്ട് കേൾക്കാനുണ്ടാവും. ഒരു രസമുള്ളത്. അങ്ങനെ പിന്നെ അവിടെ നിന്ന് പിള്ളേർ ഉറുദു പഠിക്കുമ്പോൾ അത് ആ മദ്രസ വിടുന്ന ടൈമിന് നമസ്കാരമുള്ളൂ. അപ്പം പുള്ളി പാങ്കുള്ളി ഭയങ്കര ഒരു പേര് കേട്ട് അത് വലിയ അതിശയമുള്ളത്. ജനങ്ങൾ പോണവരൊക്കെ അവർ കൂടി നിൽക്കും ഈ പാട്ടിൻ്റെ സൗണ്ട് കേട്ടിട്ട്. അങ്ങനെ ഒരു കാലഘട്ടം നമുക്കത്ര ഓർമ്മയില്ല. ഒരാളുകൾ ഇങ്ങനെ പറഞ്ഞ കേട്ടിട്ട് ഇതേപോലെ ചില ടൈമിന് ബാങ്ക് വിളിക്കുമ്പോൾ ഞാൻ പോയി നിന്ന് കേൾക്കും. ആ അല്ലാഹു അക്ബർ എന്നുള്ള ആ വാക്കുകൾ ഭയങ്കര. ആ പള്ളിയുടെ നിന്ന് അരികടെ ജമാൽ നമസ്കാരം വരെ ഇന്നെത്തി. അന്നത്തെ കാലമല്ല ഇന്നത്തെ ആ പള്ളി. മെഹബൂബിനെ സംബന്ധിച്ചിടത്തോളം സംഗീതത്തെ പോലെ തന്നെയാണ് ഈ മദ്യവും അതുപോലെ തന്നെ സൗഹൃദങ്ങളൊക്കെ. വ്യത്യാസങ്ങളൊന്നുമില്ല. അപ്പൊ ഈ സൗഹൃദങ്ങൾ, അതായത് കൂട്ടുകെട്ടുകൾ എപ്പോഴും അദ്ദേഹം നല്ല രീതിയിൽ കൊണ്ടുപോയിരുന്നു കേട്ടിട്ടുണ്ട്. നല്ല ആളുകൾ എല്ലാമാണ്. പുള്ളിനെ വിളിച്ചുകൊണ്ട് കൊണ്ടുപോകും, ഓരോരുത്തർ ബാറിലൊക്കെ കൊണ്ടുപോകും പാട്ട്. അത് ആ ഒരു രീതി എനിക്കിപ്പോഴും കിട്ടിയിട്ടുണ്ട്. കൊല്ലങ്ങളായി ഞാൻ പോകാറൊന്നുമില്ല. എന്തിനും പാട്ട് കേട്ടാൽ മതി. സൈലൻ്റാണ്. വലിയ പോലെ ശീലോടെ ഇറങ്ങി നമ്മുടെ ഒരു സുഹൃത്ത് മരിച്ചുപോയി, അംസുദ് പറഞ്ഞ പാടാൻ കൊണ്ടുപോയിട്ടുണ്ട് തന്നെ. അങ്ങനെ പല സ്ഥലങ്ങളിലും കൊണ്ടുപോയിട്ടുണ്ട്. ഒരുപാട് കാലഘട്ടങ്ങളിലൊക്കെ ഇവിടെയൊക്കെ അന്നെന്ന് പറഞ്ഞാൽ ഇതൊന്നുമില്ല. ആ കാലഘട്ടങ്ങളിൽ കടപ്പുറം വന്ന് ഉറങ്ങലാണ് ജനങ്ങൾ. ആ ഉദിച്ചു കഴിഞ്ഞാൽ രാത്രി വന്ന് കടപ്പുറത്ത് വന്ന് ചായ കാച്ച കപ്പണ്ടി ഉലക്ക ഇങ്ങനെ തിന്നണ ഒരു കാലഘട്ടങ്ങളായിരുന്നു. മദ്യ 2-3 ദിവസം എത്തിയിട്ടാണ് അന്ന് കഞ്ഞി വെക്കേണ്ടത് കുടുംബത്ത്. അല്ലേ, 1 കിലോ ആട്ടിറച്ചി 2 റുപ്യാണ്, 1 കിലോ പോത്തിറച്ചി 1 റുപ്യാണ്. ആ 1 റുപ്യയുള്ള കാലഘട്ടങ്ങളിലാണ് പിന്നെ സിനിമാ നടൻ മുഹമ്മദ് കുട്ടി കല്യാണം കഴിക്കണത്. ഇപ്പോൾ മുപ്പരെ വിളിക്കണ മമ്മുക്ക എന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള പടിയുള്ളത്. മമ്മുക്ക തീർന്നു. മുഹമ്മദ് വക്കീലാണ് അദ്ദേഹം. അല്ലേ, അത് ഒരുപാട് പടത്തിൽ പുള്ളി ഇപ്പോൾ കയറിയിട്ട് ഇന്നിപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നല്ലൊരു നടനാണ് ഈ മുഹമ്മദ് കുട്ടി എന്ന് പറയുന്നത്. ഇപ്പോൾ ആളുകളെ വിളിക്കണം മമ്മൂക്കാതാണ്.
നല്ല മനുഷ്യരാണ്, നല്ല അഭിനയമാണ്, എല്ലാം നല്ല രസകരമായ അഭിനയങ്ങളും നേരമ്പോക്കൊക്കെയാണ് അദ്ദേഹം, വലിയ കൃപച്ചരാണ്. അങ്ങനെ ഈ മഹബൂബായിട്ടൊക്കെ മൂപ്പര് വലിയ അടുത്ത സുഹൃത്താണ്. പുള്ളികളെ വിളിക്കുമ്പോഴൊക്കെ പോകും. സംഗീതത്തിന്റെ ആരോഹണാവരോഹണങ്ങൾ പോലെ ജീവിതത്തെയും ഉയർച്ചതാഴ്ചകളിലൂടെ പാടിത്തീർത്ത മെഹബൂബിനോടുള്ള മൊഹബത്ത് പാടിത്തീർക്കുകയാണ് മട്ടാഞ്ചേരിയുടെ ഈ തിരമാലകളും കടൽക്കാറ്റുമെല്ലാം. നയാ പൈസയില്ല കയ്യിലൊരു നയാ പൈസയില്ല, നയാ പൈസയില്ല കയ്യിലൊരു നയാ പൈസയില്ല, നഞ്ചു വാങ്ങി തിന്നാൻ പോലും നയാ പൈസയില്ല, നയാ പൈസയില്ല കയ്യിലൊരു നയാ പൈസയില്ല, കടം വാങ്ങുവാൻ ആളില്ല, പണയം വയ്ക്കാൻ പൊന്നില്ല, കൺമണി നിന്നെ കാണുന്നേരം കരളിൽ കടന്നലി കുത്തുന്നു, കൺമണി നിന്നെ കാണുന്നേരം കരളിൽ കടന്നലി കുത്തുന്നു, നയാ പൈസയില്ല കയ്യിലൊരു നയാ പൈസയില്ല, നഞ്ചു വാങ്ങി തിന്നാൻ പോലും നയാ പൈസയില്ല, നയാ പൈസയില്ല കയ്യിലൊരു നയാ പൈസയില്ല. മലയാളത്തിലെ ആദ്യ സൂപ്പർ ഹിറ്റ് ചിത്രമായ ജീവിത നൌകയിലാണ് മെഹബൂബ് ആദ്യമായി പാടുന്നത്. പിന്നീട് ജനഹൃദയങ്ങളിൽ ഇടം നേടിയ സംഗീതത്തിന്റെ പെരുമഴയായി മെഹബൂബ്. 1940കളിൽ അയാൾ മലയാള സംഗീത സിനിമാ ചരിത്രത്തിന്റെ അടയാളമായി. മെഹബൂബ് ഒരു ലഹരിയാണ്. വീട് ഇവിടെ ഉണ്ട്, പോണ വഴിക്ക് കാണാം. അത് പാടിയില്ല. ആദ്യം ദാസന്റെ പരിപാടിയാണ്. അത് വളരെ ഒരു കൈപ്പോയി, കൂട് പറയണില്ല, മനസ്സിലായോ. പിറ്റേന്നാണ് മഹബൂബിയുടെ പാട്ട്. മഹബൂബിയുടെ പാട്ട് കേൾക്കാൻ രസം. ആൾ മരത്തിൻ്റെ മുകളിൽ കൊമ്പൊടിച്ച് മേത്തേക്ക് ഉണ്ട്, ഒരു കുഴപ്പം ഉണ്ടായിട്ടില്ല. എന്താണ് അത്ര സന്തോഷത്തോടെ കയറിയ പാട്. അത് ഏരിയ നോക്കിയിട്ടാണ് പാടിയത്. ഏതാണ് ബാംഗ്ലൂരിൽ താമസിക്കണ ചട്ടേശ്വര ഇംഗ്ലീഷാണ് പാടിയത്. ആദ്യം ഇംഗ്ലീഷ് പാടി. അത് കഴിഞ്ഞിട്ട് അപ്പം പോകാതെ കൊണ്ടുവരുന്നത് പിന്നെ അസനാണെന്നാണ് അലിസ്ലാക്കിൻ്റെ ആരിപ്പാസൻ പുള്ളി വന്നിട്ട് ഒരു തുള്ളി അങ്ങനെ കൊടുത്ത് ആ പരിപാടി ഭയങ്കര വിജയമായിരുന്നു. ഒരു ഇതുണ്ടായിരുന്നില്ല. പിന്നെ 1981 ഏപ്രിൽ 22 പുള്ളി മരിച്ചത്. അത് കാക്കനാട് ആശുപത്രിയിലായിരുന്നു. അവിടെ ഒരു ഭാര്യയുണ്ട്, പുള്ളിക്ക് മക്കളില്ല. പിന്നെ ഇവിടെ പുള്ളിയുടെ ഭാര്യയുണ്ട്, പട്ടാരിയാണ്. അത് എന്താ ഇല്ലേന്ന് അറിയില്ല. പൈപ്പും കരയില്ലായിരുന്നു. ഇവിടെ താമസിച്ചില്ല. എറണാകുളത്ത് 2 പ്രാവശ്യം ഞാൻ പോയിട്ടുണ്ട് ഇദ്ദേഹത്തിൻ്റെ കൂടെ. ഈ സാധനം മേടിച്ചാൽ എവിടെ വെച്ചെങ്കിലും ഒഴിച്ച് കൊടുക്കാമെന്ന്. ഒരു എന്താ ഈ എന്താ വെച്ചാൽ ഇവിടെ കൂടി അങ്ങനെയുള്ളൊരു സമ്പ്രദായം അന്നില്ല. ചായക്കട കയറി ചായ കട്ടൻ ചായ മേടിച്ച് 2 ഗ്ലാസ്സിലാക്കി ഒഴിച്ച് കൊടുക്കും ഞാൻ. പുള്ളി അടിച്ചോളൂ. അപ്പം വേണ്ടേ? എനിക്ക് വേണ്ട. അത് ചോദിക്കാനല്ല. ഈ ആളെ ആർക്കും അറിയാനും പാടില്ല. ആളാൾ ഇത്രേ ഉള്ളൂ, ആർക്കും അറിയാനും പാടില്ല. അവസാന ഘട്ടത്തിലാണ് പിന്നെ ഈ പരിപാടി വിജയിച്ചിട്ട് എറണാകുളം ലോ കോളേജിലൊരു പരിപാടി ഉണ്ടായിരുന്നു. അതിനെപ്പറ്റി ഞാൻ പോയിട്ടുണ്ടായിരുന്നു. അന്ന് കോളേജ് കാര്യങ്ങളൊന്നും വലിയ പിടുത്തമൊന്നുമില്ല. താല്പര്യം ജനിച്ചാലല്ല ഞാനും. അതിനൊക്കെ കണ്ടിട്ടുണ്ട്. ഇന്ന ആളാന്ന് നമുക്കത് പറയാൻ പറ്റൂല. അപ്പോൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഭയങ്കര ഒരു കൂക്കുവിളിയായിരുന്നു അദ്ദേഹം പാടിയിട്ട് കോളേജിൽ. അപ്പോൾ കൂടുതൽ കാറ് വരുമ്പോൾ പിള്ളേർ ഓടി അവിടെ ചെല്ലും. അത് ഈ സ്ഥലത്തുണ്ട്. ഈ മഹബൂബിനെ കാണാനാണ് ചെല്ലണത്. അപ്പോൾ ആ പ്രായത്തിൽ പുള്ളി ആ പാട്ട് പാടിയപ്പോൾ ഒരുമാതിരി ആളുകൾക്ക് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ പുള്ളി 2 ആ ജനങ്ങൾ നിന്ന് അവിടെ വേറെ പാട്ട് പുള്ളി പാടി. ലാസ്റ്റ് എല്ലാവരും ചെന്ന് സങ്കടപ്പെട്ട് കെട്ടിപ്പിടിച്ച് ആളറിയില്ല, അങ്ങനെയാണ് ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞു. പുള്ളി അതിനെ പറ്റിയിട്ട് പഠിച്ചു. ഇതാണ് പുള്ളിയുടെ ഇത്. അവസാന ഘട്ടം യാതൊരു നിമ്മളിച്ചില്ലാത്ത സമയത്താണ്